ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് വെസ്റ്റീജിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ ഓപ്ഷൻ കാണാം, ഒരു ആഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കതിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ആഡ് ഡിസ്ട്രിബ്യൂട്ടറിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തു കഴിയുമ്പോൾ ഒരു സൈനപ്പ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആവും. അതിൽ അപ്ലൈൻ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആരാണോ അപ്ലൈൻ അവരുടെ ഐ ഡി നമ്പർ എന്ത് ചെയ്യുക, നമ്മളവിടെ ടൈപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്ലൈൻ്റെ ഐ ഡി അടിച്ചപ്പോൾ അതിൽ വന്നു ഉഷാദേവി ടി കെ ഈസ് വാലിഡേറ്റഡ് ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി. തൊട്ട് മുകളിൽ ഒരു ഫോസ്റ്റർ ഐ ഡി ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെയും സെയിം അപ്ലൈൻ ഐ ഡി ഞാൻ എന്ത് ചെയ്യുക, അവിടെയും കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഉഷാദേവി ടി കെ ഈസ് വാലിഡേറ്റഡ് ഫോസ്റ്റർ. ഓക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ആസ് പെർ KYC ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ കൺട്രി, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൺട്രി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം പിൻകോഡ് എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിൻകോഡ് അടിക്കുമ്പോൾ കേരള, എറണാകുളം, അവരുടെ സ്റ്റേറ്റ്, സിറ്റി കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അതിനുശേഷമുള്ള ഓപ്ഷനാണ് മൊബൈൽ നമ്പർ. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മൊബൈൽ നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മളവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിന് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് എന്താണ് ചോദിച്ചത് മനസ്സിലാക്കി അടിക്കുക. അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒരു പേരടിച്ചതിന് ശേഷം ഒരു 123@gmail.com എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി പിന്നീട് അവർക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം അടുത്തൊരു ഓപ്ഷൻ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, പേഴ്സണൽ ഡീറ്റെയിൽസ് ആസ് പെർ KYC ഡോക്യുമെൻറ്റ്. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുന്നതാണ്. അതിൽ ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് തെറ്റാതെ പ്രൂഫ് നോക്കി തന്നെ കറക്റ്റായിട്ട് നെയിം അടിച്ചു കൊടുക്കുക. നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇനിഷ്യൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇനിഷ്യൽ ഇല്ലയെന്നാണെങ്കിൽ ജസ്റ്റ് ആ എൻ്റർ ലാസ്റ്റ് നെയിം എന്നുള്ള സാധനത്ത് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാലും മതി. ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിന് ഓൾറെഡി ഒരു ഇനിഷ്യൽ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനിഷ്യൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണാൻ പറ്റും. അതും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു. അതിനുശേഷം സെലക്ട് യുവർ ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് നമുക്ക് ഐ ഡി നമ്പറുകൾ കാണാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു ഐ ഡി നമ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരും, ഡിയർ ഡിസ്ട്രിബ്യൂട്ടർ താങ്ക് യു ഫോർ ദ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ ഫോർ ദ പ്രോസ്പെക്ട് വിത്ത് യുവർ ഐ ഡി നമ്പർ. നമ്മൾ സെലക്ട് ചെയ്ത ഐ ഡി നമ്പറാണ്. അതായത് ഓൾറെഡി ആളുടെ ഐ ഡി രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഐ ഡി ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വെസ്റ്റീ കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡിയും പാസ്വേഡും അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ഇപ്പോൾ കമ്പനി മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം അവരെ കയ്യിൽ നിന്ന് മെസ്സേജ് വാങ്ങുക, നമ്മൾ തിരിച്ച് സെൻഡ് ചെയ്ത് വാങ്ങുക. അതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് എൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ വരും. ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ 2 എഗ്രി കൊടുക്കേണ്ട സ്ഥലമുണ്ട്. ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഐ ആം അറ്റ്ലീസ്റ്റ് 80 years old. നമുക്കറിയാം മിനിമം 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഓൾറെഡി വെസ്റ്റീൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം എഗ്രി ചെയ്യാനാണ്. അതിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി നമ്മുടെ പിൻകോഡ് കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ചു കൊടുത്തത്. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ അതിൽ എൻ്റർ അഡ്രസ്സ്. അതിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ അഡ്രസ്സ് അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആദ്യത്തെ പേജിൽ അടിച്ചു കൊടുത്ത ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. അതിൽ ജനറലൊക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ നെയിം ഓഫ് സ്പോസ് ഓർ നോമിനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നോമിനി ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുമ്പോൾ റിവ്യൂ ഡീറ്റെയിൽസ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ എല്ലാ ഡീറ്റെയിലും, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും വരും. അതെല്ലാം ഒന്നുകൂടെ കൺഫേം, അത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ കൺഫേം തരുന്ന പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഗെറ്റ് യുവർ KYC ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. മൈ KYC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും.
ഓക്കെ, ഇപ്പോൾ മൈ KYC എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഗെറ്റ് യുവർ KYC ഡൺ. ഓക്കെ, അതിൽ നമുക്ക് വെസ്റ്റീൻ്റെ KYC നമുക്ക് ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവർ ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ വോട്ടർ ഐഡിയോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഏതൊരു വാലിഡേറ്റായിട്ടുള്ള പ്രൂഫാണോ തന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ID ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് തന്നത് ആധാർ കാർഡാണ്. അപ്പോൾ ഞാൻ ആധാർ കാർഡ് അതിൽ ഓൾറെഡി സെലക്റ്റഡ് ആണ്. പാസ്പോർട്ട് ആണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ തന്നത് ആധാർ കാർഡാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ആധാറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ KYC എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പ്രൂഫിൻ്റെ ഫോട്ടോ. അതിൽ നമുക്ക് താഴെ നമുക്ക് കാണാം അപ്ലോഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ്. അതായത് ആധാർ കാർഡ് ആണെങ്കിലും ഏതൊരു പ്രൂഫ് ആണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിൽ നമുക്കറിയാം ഒരു ക്യാമറയുടെ ഒരു ലോഗോ, ഒരു ചിഹ്നം നമുക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ചൂസ് ഫ്രം ലൈബ്രറി എന്ന് പറയും. ടേക്ക് ഫോട്ടോ നമുക്കറിയാം ഡയറക്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി എനിക്ക് ആ ഡിസ്ട്രിബ്യൂട്ടർ വാട്സാപ്പിൽ എനിക്ക് ആധാർ കാർഡ് സെൻഡ് ചെയ്ത് തന്നേക്കുവാണ്. അപ്പോൾ എൻ്റെ ഗാലറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ചൂസ് ഫ്രം ലൈബ്രറി എന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് സൈഡും കൂടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം രണ്ടും ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ആധാർ കാർഡ് നമ്പർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ ഞാനവിടെ കറക്റ്റായിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓൾറെഡി ഈ പേജ് ഓപ്പൺ ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ID നമ്പർ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അദ്ദേഹത്തിന് അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ IDയിൽ നമുക്ക് പർച്ചേസ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.